بسم الله الرحمن الرحيم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما أبدا على حبيبك. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على سيدنا محمد خاتم النبيين وعلى آله وأصحابه الفائزين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله مولانا العظيم. وقال النبي صلى الله عليه وسلم: الجنة أقرب إلى أحدكم من شراك نعله والنار مثل ذلك. يا سيد الرسل يا من لا يزال به لكل صعب بإذن الله تسهيل. هذا الزمان الذي بينت شدته وكل ما قلت فيما اليوم مفعول. الدين فيه بحكم الجمد قابضه بنار دنياه بين الناس مشغول. وحاصل الأمر أني طامع برضا ربي وقد قل بي للخير تحصيل. مولاي صل وسلم دائما أبدا. ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാനപ്പെട്ട ഉലമാക്കളെ, വന്യരായ ഉമറാക്കളെ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, സഹൃദയരായ സഹോദര സഹോദരിമാരെ, അർഹമുർറാഹിമീനായ അല്ലാഹു അനുവദിച്ച ആയുഷ്കാലം അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ വിനിയോഗിക്കുന്ന സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലമത്രയും അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മാനിക്കുകയും ജീവിതത്തിലെ അരുതായ്മകളിൽ നിന്ന് അകന്നു നിൽക്കുകയും വ്യക്തിജീവിത വൈകല്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖും സാഹചര്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉൽ അവ്വലിൽ അവിടുത്തെ കുറിച്ച് പഠിക്കാനും പകർത്താനും പകർന്നു കൊടുക്കാനും അവിടുത്തെ മദ്ഹ് പറഞ്ഞ് ആ മദ്ഹിലൂടെ നമ്മുടെ ജീവിത വിജയം കൈവരിക്കാനും ഉതകുന്ന രൂപത്തിൽ ഒരു സംരംഭത്തിൽ സഹചാരിത്വം പങ്കിടാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം ചെയ്തിരിക്കുകയാണ്. അർഹമുർറാഹിമീനായ രാജസയ്യിദായ പടച്ചതമ്പുരാൻ
നമ്മുടെ ഈ സംരംഭം ആഖിറത്തിൽ ഉപകരിക്കുന്ന ഹബീബിന്റെ തിരുനോട്ടം ലഭിക്കുന്ന മജ്ലിസായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ സമയത്ത് അല്പം ചില വിഷയങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തെ ജീവിതം പാരത്രിക ലോകത്തേക്കുള്ള വിളനിലമായിട്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനരായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഉണർത്തുകയുണ്ടായി, അദ്ദുന്യ മസ്റഅത്തുൽ ലിൽ-ആഖിറ. ഈ ഭൗതിക ലോകം പാരത്രിക ലോകത്തേക്കുള്ള വിളനിലമാണ്. ഇവിടെയുള്ള പ്രവർത്തനത്തിന്റെ മേഖലയിൽ നിന്ന് പ്രതിഫലത്തിന്റെ മേഖലയിലെത്തുമ്പോൾ, ഈ കർമ്മത്തിന്റെ ലോകത്ത് നിന്ന് ധർമ്മത്തിന്റെ ലോകത്തെത്തുമ്പോൾ വട്ടപൂജ്യമായി മടങ്ങാതെ സ്വാത്വികരോടൊത്ത് സുഖലോക സ്വർഗത്തിൽ സംഗമിക്കുകയും സുഖാനുഭൂതി ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്തെ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയാണ് മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും ലോകത്തൊരാൾക്കും വാടക നിശ്ചയിക്കാൻ കഴിയാത്ത, ലോകത്തൊരാൾക്കും പ്രതിഫലം നിശ്ചയിക്കാൻ കഴിയാത്ത മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്നും നാമൊക്കെ പുറത്തേക്ക് വന്നത്. ഏകനായി വന്നവൻ ഏകനായി പോവാനുള്ളവരാ, ഏകനായി ഖബറിൽ കിടക്കാനുള്ളവരാ, ഏകനായി പാരത്രിക ലോകത്ത് വിചാരണയെ നേരിടാനുള്ളതാണ്, ഏകനായി സുബലോക സ്വർഗത്തിൽ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഭൗതിക ലോകത്തെ ജീവിതത്തിലേക്ക് ഏകനായി വന്നവൻ ഏകനായി യാത്ര തിരിക്കാനുള്ളവനാണ്. ഇവിടെയുള്ള ജീവിതം എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വേണ്ട എല്ലാവിധ സംവിധാനങ്ങളും അല്ലാഹു തആല ഈ ഭൂമി ലോകത്ത് സംവിധാനിച്ചു തന്നപ്പോൾ, ഇവിടെയുള്ള ജീവിതത്തിന് വ്യത്യസ്തത നൽകിയപ്പോൾ, മറ്റു ഇതര ജീവികളിൽ നിന്നും എല്ലാ നിലക്കും വ്യതിരക്തത നൽകിയ പടച്ച തമ്പുരാൻ നമ്മുടെ ഇവിടെയുള്ള ജീവിത ലക്ഷ്യത്തിനും വ്യത്യസ്തത നൽകിയിട്ടുണ്ട്. നശ്വരമായ ഭൗതിക ലോകത്തെ തുച്ഛമായ ജീവിതം ശാശ്വതമായ പരലോകത്ത് മെച്ചമായി ജീവിക്കാനുള്ളതാണ് എന്ന തിരിച്ചറിവാണ് ഒരു വ്യക്തിയെ ഉത്ബുദ്ധനാക്കുന്നത്. അല്ലാഹുവിന്റെ റസൂൽ എവിടുന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ഒരു ബുദ്ധിമാൻ ആരാണ്? ശരിയായ ബുദ്ധിമാൻ ആരാണ്? ഫിനാൻഷ്യൽ ഇംപ്രൂവ്മെന്റിന് വേണ്ടി പ്രയത്നിക്കുന്നവനല്ല, സാമ്പത്തിക വികാസത്തിന് വേണ്ടി അധ്വാനിക്കുന്നവനല്ല, നാലാളുകൾക്കിടയിൽ പേരെടുക്കാൻ വേണ്ടി അധ്വാനിക്കുന്നവനല്ല. ശരിയായ ബുദ്ധിമാൻ ആരാണ്? അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. സ്വശരീരത്തെ നിയന്ത്രിക്കുകയും താല്പര്യമുള്ള പല കാര്യങ്ങളെയും കൈയൊടിച്ച് ഗുണമുള്ള കാര്യങ്ങളെ താല്പര്യപ്പെട്ടുകൊണ്ട് ആരാണോ വ്യക്തി ജീവിതത്തെ ക്രമീകരിക്കുന്നതെങ്കിൽ ആ ക്രമീകരിക്കുന്ന വ്യക്തിയാണ് ഉന്നതൻ. പാരത്രിക ലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുകയും ഇവിടെയുള്ള ജീവിതത്തെക്കാൾ ഉപരി എനിക്ക് മറ്റൊരു ജീവിതമുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവൻ, അവനാണ് യഥാർത്ഥ ബുദ്ധിമാനെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വറ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ചിന്തയോടുകൂടെയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഭൗതിക ലോകത്ത് ജീവിക്കേണ്ടത്. ഇവിടെയുള്ള ജീവിതത്തെക്കാൾ ഉപരി നമുക്ക് മരണമില്ലാത്തൊരു ലോകത്ത് ജീവിക്കണം. അതിനു വേണ്ടി അധ്വാനിക്കാനുള്ളതാണ്. അതിനു വേണ്ടി എന്താണ് നാം ചെയ്യേണ്ടത്? ഈ ഭൗതിക ലോകത്ത് നിന്ന് വിട പറയുന്ന സമയം എന്റെ പ്രിയപ്പെട്ടവരെ നാം സമ്പാദിക്കേണ്ട പ്രധാനപ്പെട്ടത് ഹിദായത്താണ്. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ 5 തവണ 17 പ്രാവശ്യം അല്ലാഹുവോട് ഓരോ വിശ്വാസിയും പറയുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, പടച്ചവനെ നേരായ മാർഗത്തിലൂടെ
എന്നെ വഴി നടത്തണേ എന്ന് ഓരോ വ്യക്തിയും അല്ലാഹുവോട് പറയുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹിദായത്താണ് പ്രധാനം. ഹിദായത്തില്ലെങ്കിൽ രക്ഷയില്ല. അല്ലാഹു നമുക്ക് ഹിദായത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഹിദായത്താണ് അല്ലാഹുവോട് ചോദിച്ചു വാങ്ങേണ്ടത്. ചോദിക്കാൻ വേണ്ടി നിർദ്ദേശിക്കപ്പെട്ടതും അതാണ്. ആ ഹിദായത്ത് ഒരാളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇനാനസലത്തിൽ ഹിദായത്തു ഖൽബാ നസീതത് വാ ഖലഅത് ലഹൽ അഅ്ളാഉ. അല്ലാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, അവരുടെ മനസ്സിൽ ഹിദായത്തിന്റെ ചിന്തയുണ്ടെങ്കിൽ, അവരുടെ വാക്കുകൾ ഹിദായത്തിൽ അധിഷ്ഠിതമായിരിക്കും. നന്മയിലാണ് അവർ നോക്കുന്നത്, നന്മയാണ് അവർ കേൾക്കുന്നത്, നന്മയാണ് അവർ പ്രവർത്തിക്കുന്നത്, നന്മയിലേക്കാണ് അവർ പോകുന്നത്. ആ ഹിദായത്താണ് ഓരോ മുഅ്മിനുകൾക്കും വേണ്ടതെങ്കിൽ ഹിദായത്ത് എങ്ങനെയാണ് ലഭിക്കുക? പ്രിയപ്പെട്ടവരെ, അല്ലാഹുവോട് ചോദിക്കുന്ന ഹിദായത്ത് എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ നാം ചെയ്യേണ്ടത് എന്താണ്? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, നേരായ മാർഗത്തിലൂടെ എന്നെ നയിക്കണേ എന്ന് ഓരോ വ്യക്തിയും പറയുമ്പോൾ ഏതാണ് ആ മാർഗം? ആ മാർഗം ലഭിക്കാനുള്ള വഴി ഏതാണ്? ഖുർആൻ പറഞ്ഞു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം. ഒരു പറ്റം ഖോജാക്കളുടെ വഴിയാണത് എന്നാണ്. ചില ആളുകൾ പറയും ഖോജാക്കന്മാരെ വഴി, ഖോജാക്കന്മാരെ വഴി, അതിലേക്കാണ് ഇവർ ക്ഷണിക്കുന്നത് എന്ന് പറയും. ഖുർആൻ പറയുന്നു, ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരു പറ്റം ഖോജാക്കളുടെ മാർഗം. ആ ഖോജാക്കളാരാണ്? അവർ അംബിയാക്കളാണ്. അവരാരാണ്? ശുഹദാക്കളാണ്. അവരാരാണ്? സ്വഹാബത്താണ്. അവരാരാണ്? മുഅ്മിനുകളാണ്. അപ്പോൾ ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ പ്രവാചകന്മാരെ ആദരിക്കണം, അംഗീകരിക്കണം, വിശ്വസിക്കണം. ഒരാൾക്ക് ഹിദായത്ത് ലഭിക്കണമെങ്കിൽ തിരുനബിയുടെ വഹയിന് സാക്ഷികളായ സഹാബത്തെ കിറാമിനെ അംഗീകരിക്കണം, അവരുടെ വഴിയിലൂടെ സഞ്ചരിക്കണം. ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ ശുഹദാക്കൾ ആര് എന്ന് മനസ്സിലാക്കണം, അവരുടെ പവറിനെ കുറിച്ച് ചിന്തിക്കണം. ഒരാൾക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ കഴിഞ്ഞകാല സ്വാലിഹീങ്ങളും ഉലമാക്കളും ഏത് മാർഗത്തിലൂടെയാണോ സഞ്ചരിച്ചത് ആ വഴിയിലൂടെ സഞ്ചരിക്കണം. സ്വന്തം നിലക്ക് പ്രമാണങ്ങളെ വിലയിരുത്താൻ പാടില്ല. പൂർവികർ എങ്ങനെ വ്യാഖ്യാനിച്ചു, മുൻഗാമികൾ എങ്ങനെ വ്യാഖ്യാനിച്ചു, അത് നോക്കണം എന്നാണ് മൗലവിമാര് പറയാറുള്ളത്. ബാലുശ്ശേരി മൗലവി എന്ന് പറയുന്ന ഒരു മൗലവി പറയുന്നത് നോക്കൂ. നാലാം അധ്യായം സൂറത്ത് നിസാ 115 വചനമാണ്. അതിലാണ് സലഫി മൻഹജ് ഉള്ളത്. എന്താ? ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനുകളുടേതല്ലാത്ത പാത. ഏതാ മുഅ്മിനുകളുടേതല്ലാത്ത പാത? ഒരായത്തിന് മുഅ്മിനുകൾ എന്ത് നൽകി? ഒരു ഹദീസിന് മുഅ്മിനുകൾ എങ്ങനെ മനസ്സിലാക്കി? റസൂലിന്റെ വാക്കിനെ സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി? അവരെങ്ങനെയാ അതിനെ മനസ്സിലാക്കിയത്? അവരതിനെ മനസ്സിലാക്കിയ രീതി എന്താ? ആ രീതി ശാസ്ത്രത്തെയാണ് സലഫി മൻഹജ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മൗലവി പറഞ്ഞത് എന്താണ്? ഒരായത്തിനെ എങ്ങനെയാണോ സ്വാലിഹീങ്ങൾ മനസ്സിലാക്കിയത്, നബിതങ്ങളുടെ വചനത്തെ എങ്ങനെയാണോ സഹാബത്ത് വിശദീകരിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയൊക്കെയാണോ അവർ അംഗീകരിച്ചത്, ആ അംഗീകരിച്ച വഴിക്കാണ് സ്വാലിഹീങ്ങളുടെ മാർഗം എന്ന് പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ. അവരാണ് ശരിയായ ആദർശത്തിന്റെ ആളുകൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളക്കരയിലേക്ക് വരിക. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ തന്നെ ദീനിന്റെ മഹിതമായ സന്ദേശവുമായി ആർത്തിരമ്പ് വരുന്ന വല പോലെ വരുന്ന തിരമാലകളെ കിറിമുറിച്ചുകൊണ്ട് മഹാന്മാരായ സഹാബത്തെ കിറാം ഇവിടെ കേരളക്കരയിലേക്ക് വന്നപ്പോൾ ആ സഹാബത്തെ കിറാമിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവരാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം തൗഹീദിന്റെ ശബ്ദം നബിയുല്ലാഹി ആദം അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് കൂട്ടിനിന്നിരുന്ന രാജ്യമായിരുന്നു ഒരു കാലത്ത് ശ്രീലങ്ക. BC 3400 ഉണ്ടായ
ഒരു മഹാപ്രളയമാണ് ശ്രീലങ്കയെ ഒരു ദ്വീപാക്കി മാറ്റിയത് എന്ന് ഭൂമി ശാസ്ത്രത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ആളുകൾ വിശദീകരിച്ചതായി കാണാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ശ്രീലങ്കയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാം കാൽനടയായി 40ഓളം പ്രാവശ്യം വിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ മഹത്തായ മക്കത്തുൽ മുക്കറമയിലേക്ക് എത്തിയത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണിൽ അല്ലാഹു എന്ന ശബ്ദം, ഇബാദത്തിന്റെ ശബ്ദം, ഉപാസനയുടെ ശബ്ദം, അനുഷ്ഠാനത്തിന്റെ ശബ്ദം, ആദർശത്തിന്റെ ശബ്ദം, ആശയത്തിന്റെ ശബ്ദം അത് വരാൻ തുടങ്ങിയതിന് മനുഷ്യരോളം പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ട നബിയുള്ളാഹി ആദം നബി അലൈഹിസ്സലാം ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഏതായിരുന്നാലും ആ കാലഘട്ടം മുതൽ തുടങ്ങിയ ഈ കേരളക്കര ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം യുഗാന്തരങ്ങളിൽ ഒരുപാട് വിഘടന ചിന്താഗതികളും ഒരുപാട് ബഹുദൈവ ആരാധകരും അങ്ങനെ ഒരുപാട് വന്നിരുന്നു. ഏതായിരുന്നാലും ഈ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രബോധനം നടന്ന രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്നുവരെ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഇന്ത്യ രാജ്യത്തിലേക്ക്, കേരളക്കരയിലേക്ക് മഹാന്മാരായ സഹാബത്ത് വന്നു. ആരാണ് സഹാബത്ത്? എങ്ങനെ ജുമുഅ നിസ്കരിക്കണം എന്ന് പഠിച്ച സഹാബത്ത്, എങ്ങനെ ഖുർആൻ ഓതണം എന്ന് പഠിപ്പിച്ച സഹാബത്ത്, എങ്ങനെ തറാവീഹ് നിസ്കരിക്കണം എന്ന് പഠിച്ച സഹാബത്ത്, എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ച സഹാബത്ത്. ആ സഹാബത്ത് കേരളക്കരയിൽ വന്ന് ഇവിടെ പള്ളി ഉണ്ടാക്കുകയുണ്ടായി. അതിന്റെ മുന്നോടിയായി കേരളത്തിൽ നിന്ന് താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ചേരമാമരുമാൾ എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഞ്ചി സമ്മാനം കൊടുത്തുകൊണ്ട് ഹദിയ ചെയ്തുകൊണ്ട് പോയത് ഹദീസിന്റെ കിതാബുകളിലുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ബഹുമാനപ്പെട്ടവർ ഒമാനിൽ വെച്ച് ഷഹീദാവുകയാണ്, വഫാത്താവുകയാണ് ഉണ്ടായത്. ഏതായിരുന്നാലും സഹാബത്ത് കേരളത്തിൽ വന്നു. കേരളക്കരയിൽ വന്നപ്പോൾ അവർ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിൽ വെള്ളിയാഴ്ച 2 വാങ്ക്, വെള്ളിയാഴ്ചകളിൽ 2 വാങ്ക് വിളിച്ചു. ബഹുമാനപ്പെട്ട സഹാബത്തെ കിറാമിൽ പ്രമുഖരായ സ്വർഗം കൊണ്ട് ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വെള്ളിയാഴ്ച 2 വാങ്ക് വിളിച്ചു. മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും വർദ്ധിത മൂല്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഓഫർ ചെയ്ത 3 പള്ളിയിലും വെള്ളിയാഴ്ച 2 വാങ്ക്. ഞാൻ പറഞ്ഞു വന്നത് പൂർവികർ പ്രമാണങ്ങളെ എങ്ങനെ മനസ്സിലാക്കി അതിന്റെ ഉദാഹരണങ്ങളാണ്. വെള്ളിയാഴ്ചകളിൽ അവർ 2 വാങ്ക് വിളിച്ചു. തറാവീഹ് നിസ്കാരം 20-ൽ കുറഞ്ഞത് അവർ പഠിപ്പിച്ചില്ല. ഇതുപോലെ ഓരോ വിഷയങ്ങൾ എടുത്താലും എങ്ങനെയാണ്? വെള്ളിയാഴ്ചയിലെ 2 വാങ്കിനെ കുറിച്ച് ഒരു മൗലവി പറയുന്നത് നോക്കൂ. ഞങ്ങൾ ഇമാം ശാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞ് സ്വീകരിച്ചു, നിങ്ങളോ? ഇനി 2-ാം വാങ്ങുണ്ടായ ചരിത്രം ഒന്ന് പരിശോധിച്ചു നോക്കുക. അതെപ്പോഴാ? അതാണ് രസകരമായ സംഗതി. എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു പോയിന്റ് ഞാൻ പറയാം. ഉസ്മാൻ ഗഫാറുള്ളാന്റെ കാലമായപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം വികാസം പ്രാപിച്ചു. ധാരാളക്കണക്കിന് ജനങ്ങളായി. മദീന ബഹളമുഖരിതമായി. അങ്ങാടികളിൽ തിരക്കായി. പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ ജനങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അവർ ചർച്ച ചെയ്ത് എന്താ ചെയ്യുക? ആളുകൾ ബഹളത്തിലാണല്ലോ, കച്ചവടത്തിലാണല്ലോ, നിസ്കാരത്തിന്റെ സമയം, ക്ലോക്കില്ല, അലാറില്ല, ടൈം പീസ് ഇല്ല, സൈറല്ല, ഒരു സംവിധാനമില്ല, എന്ത് ചെയ്യും എന്ന് ചർച്ച നടത്തി. ചില ആളുകളൊക്കെ പറഞ്ഞു നമുക്ക് ശങ്കൂതാം, നമുക്ക് മണിയടിക്കാം. അപ്പൊക്കെ നല്ലൊരു അഭിപ്രായം വന്നെന്താ, നബി നമുക്ക് ഇതൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ, ബാങ്കാണല്ലോ ആക്കാം. എന്നിട്ട് പള്ളിയിൽ അവർ ബാങ്ക് കൊടുത്തോ? നിങ്ങൾ ചോദിക്കും നിങ്ങളുടെ ഉസ്താദിനോട്, പള്ളിയിൽ വെച്ചായിരുന്നോ ഈ 2 ബാങ്കും? അല്ല, അല ദൗറ എന്ന് പറഞ്ഞ സ്ഥലം. അതെവിടെയാ? മദീനയിൽ ഒരു പാറക്കല്ല്, അങ്ങാടിയിലെ ഉയരം കൂടിയ ഒരു പാറക്കല്ല്. ആ കല്ലിൽ കയറി നിന്നിട്ട് പരിസരത്തുള്ള കച്ചവടക്കാരൊക്കെ കേൾക്കത്തക രൂപത്തിൽ ബാങ്ക് വിളിച്ചെറിഞ്ഞു. എന്തിന്? പള്ളിയിലെത്തി സമീറ. പള്ളിയിലോ 1 ബാങ്ക്. നിങ്ങൾ എന്താ ചെയ്തത്? പള്ളിയിൽ 2 ബാങ്ക് കൊടുത്തു. നിങ്ങൾക്ക് ഇവിടുന്ന തെളിവ്? ഷാഫി ഇമാമിന്റെ അല്ലുമ്മ ഞാൻ ഉദ്ധരിച്ചു. അല്ലുമ്മിൽ ഇല്ല നിങ്ങൾ പറയും. അല്ലുമ്മിൽ, ഷാഫി ഇമാമിന്റെ അല്ലുമ്മിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ബാങ്ക് 1 ബാങ്കാണെന്ന് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറ. അങ്ങനെ ഷാഫി ഇമാം പറഞ്ഞിട്ടില്ല. ഏതായിരുന്നാലും മൗലവി 2-ാം വാങ്കിനെ കുറിച്ചാണ് പറഞ്ഞത്. 2-ാമത്തെ വാങ്ക് പള്ളിയിൽ വെച്ച് കൊടുത്തിട്ടില്ല, മറ്റൊരു ഭാഗത്ത് വെച്ചാണ് കൊടുത്തത് എന്ന് പറയുന്നു. നബി തങ്ങൾ കൽപ്പിക്കാത്ത ഒരു വാങ്കാണെങ്കിൽ അത് ബിദ്അത്താവൂലേ? കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന ഹദീസ് അവിടെ എന്തുകൊണ്ട് ഫിറ്റായില്ല? അത്
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് എന്തുകൊണ്ട് സഹാബത്ത് മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് മൗലവി പറയുന്നത്. റബീഉൽ അവ്വൽ ആയാൽ കാണാം ഒരുപാട് പോസ്റ്ററുകൾ, കാട്ടിലെ സകല മുളകളും വെട്ടി നശിപ്പിച്ച് പരിസ്ഥിതി മലിനീകരണം സൃഷ്ടിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ്? അള്ളാഹു ദീൻ പൂർത്തിയാക്കിയിരിക്കുന്നതിനൊന്നും കൂട്ടാൻ പാടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ രണ്ടാമത്തെ വാങ്ങുന്ന പാറന്റെ മുകളിൽ പാറന്റെ മുകളിൽ നിന്ന് കൊടുത്തതൊന്ന് അത് ഈ ആയത്തിന്റെ പരിധിയിൽ വരും. മന്നഹദസാന്നുള്ള ഹദീസിന്റെ പരിധിയിൽ വരുന്നുണ്ടോ ഇല്ലേ? അന്ന് സഹാബത്ത് കൊടുത്തത് പള്ളിയുടെ മുകളിൽ കയറിയിട്ടാണ്. ഇന്ന് മൗലവിമാര് കൊടുക്കുന്നത് പള്ളിയുടെ അടിയിലുള്ള മൈക്കിലല്ലേ? അത് ഇവിടേക്ക് ബാധകമല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പറഞ്ഞു വന്നത്, ഇത് ഒരു ബിദ്അത്തായ വാങ്കാണെങ്കിൽ മദീനയുടെ പള്ളിയിലേക്ക് പാറയുടെ മുകളിൽ നിന്ന് ആ വാങ്ക് എന്ന് വന്നു? വിഷയമാണല്ലോ. മദീനത്തെ പള്ളിയിൽ ഹബീബ് അവിടുന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദ് നബവിയിൽ വെള്ളിയാഴ്ച 2 വാങ്ക് വിളിക്കുമ്പോ ഈ 2 വാങ്ക് പാറപ്പുറത്ത് നിന്ന് പള്ളിയുടെ അകത്തോട്ട് എന്ന് പ്രവേശിച്ചു? എന്നാണ് പ്രവേശിച്ചത്? സഹാബത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ പ്രവേശിച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച 2 വാങ്കിനെ കുറിച്ച് ഇമാം ബുഖാരി പറഞ്ഞത് ഫസബതൽ അംറു അലാ ദാലിക, കാര്യങ്ങൾ അങ്ങനെ തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഇമാം ബുഖാരി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാവാണ്. സുന്നികൾക്ക് അഭിമാനിക്കാൻ പ്രിയപ്പെട്ടവരെ, ഇമാം ബുഖാരി ഇസ്തിഗാസ അംഗീകരിച്ചവരാണ്. ഇമാം ബുഖാരി മന്ത്രം അംഗീകരിച്ചവരാണ്. ഇമാം ബുഖാരി ഏലസ് അംഗീകരിച്ചവരാണ്. ഇമാം ബുഖാരി തറാവീഹ് 20 നിസ്കരിച്ചവരാണ്. ഇമാം ബുഖാരി മഹത്തുക്കൾക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിച്ചവരാണ്. ഇമാം ബുഖാരി ശഅറെ മുബാറക്കിന് പവിത്രത കൽപ്പിച്ചവരാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ മഹത്തായ ദീനിൽ സ്ഥിരപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ എല്ലാം അംഗീകരിച്ച പണ്ഡിതനാ. അവിടുന്ന് കാര്യം സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് സഹീഹുൽ ബുഖാരിയിൽ പറയുന്നു. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അതുപോലെ തന്നെ പറയുന്നു. എന്തിനധികം ഇവരുടെ നേതാവായ ഇബ്നു തൈമിയ്യ എന്ന് പറയുന്ന വ്യക്തി അത് ശറഇൽ സ്ഥിരപ്പെട്ട വാങ്കാണ്. ബിത്തിഫാഖിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ ഇജ്മാഅ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് എന്നാ പറഞ്ഞത്. ആര്? ഇബ്നു തൈമിയ്യ. അത് മുസ്ലിയാരെ ഇബ്നു തൈമിയ്യ പറഞ്ഞാൽ തെളിവുണ്ടോ അല്ലേ എന്നാ ഞങ്ങൾ നോക്കാം എന്നാണ് അവർ സാധാരണഗതിയിൽ പറയാറ്. ഇബ്നു തൈമിയ്യയുടെ വാക്ക് ഖുർആൻ വിരുദ്ധമാണെന്ന് പറയുന്നതും ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും രണ്ടും തുല്യമാണ് എന്നാണ് അവർ എഴുതിയത്. വിശുദ്ധ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറയുന്നതും ഇബ്നു തൈമിയ്യയുടെ വാക്ക് വിഷലിപ്തമാണെന്ന് പറയുന്നതും രണ്ടും തുല്യമാണ് എന്ന് വിചിന്തനത്തിലൂടെ എഴുതിയവരാണ് ഇവര്. ആ ഇബ്നു തൈമിയ്യയെ ഇവര് തള്ളുന്നു. 2ാം വാങ്ക് ഇബ്നു തൈമിയ്യ കൊടുക്കാൻ പറഞ്ഞു, ഇവര് അംഗീകരിക്കുന്നില്ല. മരണപ്പെട്ടവർ കേൾക്കുമെന്ന് ഇബ്നു തൈമിയ്യ വിശ്വസിക്കുന്നു, ഇവർ അംഗീകരിക്കുന്നില്ല. തറാവീഹ് 20 നിസ്കരിക്കണമെന്ന് ഇബ്നു തൈമിയ്യ പറയുന്നു, ഇവർ അംഗീകരിക്കുന്നില്ല. നബി തങ്ങളുടെ ജന്മദിനം കൊണ്ടാടിയാൽ പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നു, ഇവർ അംഗീകരിക്കുന്നില്ല. മരിച്ചവർക്ക് ഖുർആൻ ഓതിയാൽ പ്രതിഫലം കിട്ടുന്നു എന്ന് പറയുന്നു, ഇവർ അംഗീകരിക്കുന്നില്ല. 80,000 ദിക്ർ ഇവർ അംഗീകരിക്കുന്നു ഇബ്നു തൈമിയ്യ, ഇവർ അംഗീകരിക്കുന്നില്ല. ഏത് വിഷയം എടുത്തു നോക്കിയാലും ഇബ്നു തൈമിയ്യയെ തള്ളാൻ പറ്റുമോ? പറ്റൂല. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും പറ്റില്ല. അങ്ങനെയാണ് ഇവരുടെ അവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത്, സഹാബത്തും പൂർവീകരും എങ്ങനെയാണോ പ്രമാണങ്ങൾ മനസ്സിലാക്കിയത് അത് മനസ്സിലാക്കിയവരാണ് സുന്നികൾ. അതുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വക്താക്കൾ അവരെങ്ങനെ നടന്നു അതുപോലെ നടക്കണം എന്ന് പറയാനുള്ള കാരണം. അവരെങ്ങനെ ഹബീബിനെ മനസ്സിലാക്കി അത് മനസ്സിലാക്കണം എന്ന് പറയാൻ കാരണം. എന്നാൽ മൗലവിമാർ യുക്തി കൊണ്ട് പ്രമാണങ്ങളെ അളക്കാറുണ്ട്. സക്കരിയ സലാഹി എന്ന് പറയുന്ന മൗലവി ഒരു വിഷയം പറയുന്നത്, ഇബ്രാഹിം നബി പണ്ട് വിളിച്ചു പറഞ്ഞു, ഹജ്ജിനെ സംബന്ധിച്ച് നീ വിളംബരം ചെയ്യുന്ന അന്ന് വിളിച്ചു പറഞ്ഞപ്പോ ആ വിളി കേട്ടിട്ടാ നമ്മളൊക്കെ ഹജ്ജിനോട്. നിങ്ങളാരെങ്കിലും കേട്ടിക്കുന്ന വിളി? ഞാൻ പോയിക്കണം 4 വട്ടം, ഞാൻ കേട്ടില്ല. ഉറങ്ങുമ്പോഴും കൂടി കേട്ടിരിക്കണം. എന്തായി പറയുന്നത്? അള്ളാഹു ഹജ്ജ് നിർബന്ധാക്കി. മുഹമ്മദ് നബി എന്നാ ഹജ്ജിനത്? നബിസല്ലാസ്മ ആദ്യം കേട്ടിട്ട ഒരു ഇബ്രാഹിം നബിന്റെ വിളി, നാം മക്കത്ത് തന്നെ പോയിക്കൂടാനോ? 13 മക്കത്ത് നിന്നിട്ട് ഹജ്ജ് ചെയ്തില്ല. പിന്നെ മദീനത്ത് വന്നിട്ട് വഫാത്തായ ആ വർഷത്തിലെ ഹജ്ജിന് പോയത്. എന്തേ കാരണം? ഇബ്രാഹിം നബിയുടെ വിളിയല്ല, മറിച്ച് ഹജ്ജ് അള്ളാഹു നിർബന്ധമാക്കി. അപ്പൊ പോയി. അപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് വിളിച്ചു, അന്നത്തെ ആളുകളെ കേട്ടു, അതിൽ വന്നു. അത് ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകളെ ആ തത്വത്തിനനുസരിച്ച് പ്രവാചകന്മാർ പഠിപ്പിച്ചു.
വിളിച്ചിരുന്നു. അതാണ് ഹജ്ജിന്റെ അടിസ്ഥാനം. നബി പറഞ്ഞപ്പോഴല്ലേ നമ്മൾ അറിഞ്ഞത്. അങ്ങനെ നബിയാണ് നമുക്ക് ഹജ്ജ് പഠിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഹജ്ജിന് പോണത്. അല്ലാതെ ഓരോ മനുഷ്യനും ഇബ്രാഹിം നബിന്റെ വിളി കേട്ടിട്ടല്ല. എന്നിട്ട് വിളി കേട്ടുകൊണ്ടാണ് സംസാരിച്ചുകൊണ്ടുള്ള ഈ തെളിവ്. എങ്ങനെയുണ്ട്? അത് ഖുർആനിലുള്ള വാത്തിൽ പിന്നാസ്, ഇത് കീറ കിതാബിലുണ്ടാവും. രണ്ടു വിളി എങ്ങനെ യോജിക്കല്? അപ്പൊ ഇത് ഒന്ന് കീറ കിതാബിലുള്ളതാണെന്നാ പറഞ്ഞത്. ഏത്? സാധാരണഗതിയിൽ നമ്മുടെ കാരണവന്മാരൊക്കെ പറയാറുണ്ട്, ഒരാള് ഹജ്ജിന് പോകുമ്പോ ഇബ്രാഹിം നബിന്റെ വിളി കേട്ടിട്ടാ മൂപ്പര് പോണത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി കേട്ടിട്ടാണ് നമ്മളൊക്കെ ഹജ്ജിന് പോകുന്നത് എന്ന് സാധാരണ പറയാറുണ്ട് അല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഇയാള് പോയിരിക്കുന്നത് എന്താണ്? അങ്ങനെ വിളി കേട്ടിട്ടാണ്. ഞാൻ 4 വട്ടം ഹജ്ജ് കഴിക്കുന്നു, ഞാൻ കേട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ മറ്റേത് ഹജ്ജ് കഴിഞ്ഞെന്ന ആൾക്കാർ നന്നാകലുണ്ടല്ലോ. നന്നാകാത്തതിന്റെ കാരണം എന്താ? വിളി കേൾക്കാതെ പോയിട്ടാണ്. സംഭവം അതാണ്. 4 പ്രാവശ്യം പോയിട്ട് വിളി കേട്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചത് ആത്മാവിന്റെ ലോകത്താണ്. ഏതൊരു വ്യക്തിക്കും ജീവിതത്തിന് 5 ഘട്ടമുണ്ട്. ആത്മാവിന്റെ ലോകത്തൊരു ജീവിതമുണ്ട്, ഭൗതിക ലോകത്തെ ജീവിതമുണ്ട്, ഖബറിലൊരു ജീവിതമുണ്ട്, മഹ്ശറിലൊരു ജീവിതമുണ്ട്, സ്വർഗ നരക റിക്രൂട്ട്മെന്റിന്റെ ശേഷം 5ാമത്തെ ഘട്ടവുമുണ്ട്. ഇങ്ങനെ 5 ഘട്ടങ്ങളിൽ ആദ്യ ഘട്ടങ്ങളിൽ വിളിച്ച വിളിയാണിത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചു. ആ വിളിച്ചപ്പോൾ വിളി കേട്ടവരെല്ലാം ഹജ്ജിന് പോകുന്നു. ആ കൂട്ടത്തിൽ റബ്ബ് തആല നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അങ്ങനെ കേട്ടിട്ടില്ല എന്ന നിലക്ക് പറയുമ്പോ ഇങ്ങനെ ഒന്നില്ല എന്ന് പറയാൻ പറ്റുമോ? എന്നാൽ അത് ഖുർആൻ നിഷേധാവൂലേ? ഖുർആനിലുണ്ട്, എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ആദം നബി അലൈഹിസ്സലാമിന്റെ മുതുവിൽ നിന്ന് ആത്മാക്കളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളെ രക്ഷിതാവല്ലയോ എന്ന് അള്ളാഹു ചോദിച്ചത് അഅറാഫ് സൂറത്തിലുണ്ട്. നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നത്? സക്കറിയ ചോദിച്ച പോലെ നമുക്ക് ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്ന വിളി? നിങ്ങൾ ആരെങ്കിലും കേട്ടിരുന്നു? ഞാൻ 4 വട്ടം അച്ഛൻ ചോദിക്കുന്നത്, ഞാൻ കേട്ടിട്ടുണ്ടാവും. നമ്മളോട് ആരെയോടെങ്കിലും അലസ്തു ബിറബ്ബിക്കും എന്ന് പറഞ്ഞത് എന്തിനാ കൊടുക്കുമല്ലോ? ജനിച്ച സമയത്ത് വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുമല്ലോ. വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കും. നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ നമ്മളിത് കൊടുത്തത്? ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ നമുക്ക് നമ്മളെ പറ്റി ചർച്ച ചെയ്യാം. ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ, ഞാനത് വെറുതെ പറയല്ല. ഇവരിപ്പോ നിഷേധിക്കുകയാണ്, ജനിച്ചാൽ വലത്തെ ചെവിയിൽ വാങ്ങും, ഇടത്തെ ചെവിയിൽ ഇഖാമത്തും കൊടുക്കാൻ പാടില്ല. മൗലവി പറയുന്നത് നോക്കൂ, ചോദ്യോത്തരത്തിൽ. പ്രസവത്തോടനുബന്ധിച്ച് കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കുന്നത് സുന്നത്താണോ? അബ്ദുൽ സത്താർ ഖത്തീഫ്. യഥാർത്ഥത്തിൽ ഹദീസ് ഉണ്ടായി, ആ ഹദീസുകളൊക്കെ ദുർബലാണ്. അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുള്ള ആളുകൾ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹദീസുകൾ പലതും കണ്ടതുകൊണ്ട് സഹിഹാണെന്ന് വിചാരിച്ചിട്ട് പല ഫുഖഹാക്കളും അത് സുന്നത്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാഹി പ്രസ്ഥാനം ആദ്യകാലത്ത് ബാങ്ക് ഉണ്ട്, സുന്നത്ത് ഇഖാമത്തില്ല എന്ന് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ബാങ്കും യഥാർത്ഥത്തിൽ ആ ഹദീസിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ബാങ്കിനും വേറെ പ്രത്യേക ഹദീസൊന്നുമില്ല, ഹദീസുകളെല്ലാം ദുർബലമാണെന്ന് ആധുനിക ഹദീസ് പണ്ഡിതന്മാർ സലക്ഷ്യം തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു സുന്നത്തില്ല. അപ്പൊ അങ്ങനെ സുന്നത്തില്ല. കണ്ടോ? വലത് ചെവിയിൽ വാങ്ങി വിളിക്കുക എന്നത് ഒരു വ്യക്തിയുടെ ജീവിതം അല്ലാഹു എന്ന കലിമത്ത് കൊണ്ട് തുടങ്ങാനാണ്. ഒരാൾ മരിക്കുമ്പോൾ പറയേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് അവസാനിപ്പിക്കാനാണ്. അല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് തുടങ്ങി അല്ലാഹ് എന്ന കലിമത്ത് കൊണ്ട് അവസാനിക്കണം എന്ന തത്വമാണ്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പ്രാരംഭത്തിൽ വാങ്ങിവിളിയും അവസാനത്തിൽ കലിമത്ത് തൗഹീദും ആവണം എന്ന തത്വത്തിലൂടെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വാങ്ങിനെ ഇന്ന് നിഷേധിക്കുകയാണ്. എന്റെ വിഷയം അവിടെയല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളി അങ്ങനെ വിളിച്ചിരുന്നു എന്നും ആ വിളിയുടെ അടിസ്ഥാനത്തിലാണ് ലോകത്തുള്ള ആളുകൾ ഹജ്ജിന് പോകുന്നതെന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് സഹീഹായി ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അവിടുത്തെ അഹ്കാമുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കുമ്പോ അത് കീറ കിതാബാണെന്നും പാഠക്കിതാബാണ് എന്നുമാണ് പരിഹസിച്ചതെങ്കിൽ മൗലവിമാരെ, അമാനി മൗലവിയുടെ ഖുർആനിന്റെ വ്യാഖ്യാനമെങ്കിലും ഒന്നെടുത്തുകൂടെ? കേരള നദുവത്തുൽ മുജാഹിദീൻ പ്രസിദ്ധീകരിച്ച
അമാനി മൗലവിയുടെ വ്യാഖ്യാനത്തിൽ പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വിളിക്കനുസരിച്ചാണ് ലോകത്തുള്ള ആളുകൾ ഹജ്ജിന് പോകുന്നതെന്ന് പച്ചയായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കീറ കിതാബ് ആയി അത് അംഗീകരിച്ചാൽ മതി. അവര് പോലും അംഗീകരിച്ച തത്വമാണ്. ഇങ്ങനെയാണ് ഏത് വിഷയവും ഞാൻ പറഞ്ഞു വന്നത്. പൂർവികർ എങ്ങനെ പ്രമാണങ്ങൾ മനസ്സിലാക്കി, യുക്തി കൊണ്ട് വിലയിരുത്താതെ മഹത്തായ മതത്തെ വിലയിരുത്തേണ്ടത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞു, അവിടെ യുക്തി നോക്കേണ്ടതില്ല. എന്ത് ചെയ്തു, അവിടെ യുക്തി നോക്കേണ്ടതില്ല. അതുപോലെ എന്തംഗീകരിച്ചു, അവിടെ സൃഷ്ടിച്ച മസ്തിഷ്കം ഉപയോഗപ്പെടുത്തേണ്ടതില്ല. അതുപോലെ അതിനെ വ്യാഖ്യാനിച്ച മഹാന്മാരെന്ത് പറഞ്ഞു, അതുപോലെ അങ്ങ് അംഗീകരിക്കാനല്ലാതെ സ്വന്തം നിലയ്ക്ക് വ്യാഖ്യാനിക്കാൻ പാടില്ല. വകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശർരിൻ ഫിബ്തിദാഇ മൻ ഖലഫ്. എല്ലാ നന്മയും കുടികൊള്ളുന്നത് പൂർവീകരെ പിൻപറ്റുന്നതിലൂടെയാ. പൂർവീകരായ ആളുകളെ പിൻപറ്റുന്നതിലൂടെയാണ്. എല്ലാ തിന്മയും കുടിക്കൊള്ളുന്നതോ പിന്തലമുറക്കാരായ അവാന്തര വിഭാഗത്തോടുള്ള അവരെ പിൻപറ്റലാണ്. അതുകൊണ്ട് പൂർവീകർ എങ്ങനെയാണോ നടന്നതെങ്കിൽ അതുപോലെ നടക്കേണ്ടതാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരെങ്ങനെയാണോ വിശ്വസിച്ചതെങ്കിൽ അതുപോലെ വിശ്വസിക്കേണ്ടതാണ്. ആമിനു കമാ ആമന്നാസ്. അവരെങ്ങനെയാണോ വിശ്വസിച്ചതെങ്കിൽ അതുപോലെ വിശ്വസിക്കണം കേട്ടോ. അല്ലാഹുവിലുള്ള വിശ്വാസം പൂർത്തിയാകണോ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് വിശ്വസിച്ചാലല്ലാതെ റബ്ബിലുള്ള വിശ്വാസം പൂർത്തിയാകുന്നില്ല. മല്ലൻ യുഅ്മിൻ ബി ഫലൈസ ബിമുഅ്മിനിൻ ബില്ലാഹ്. എന്നെ കൊണ്ട് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവർ അല്ലാഹുവെ കൊണ്ട് വിശ്വസിച്ചവരാവുകയില്ല. നബി തങ്ങളെ വിശ്വസിക്കേണ്ട പ്രകാരം വിശ്വസിക്കണം. എങ്ങനെയാണ് സഹാബത്ത് നബി തങ്ങളെ വിശ്വസിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് അമ്പിയാക്കളിലുള്ള വിഷയം വിശ്വാസം 4 രൂപത്തിലാണ്. സഹാബത്ത് ആദരവോടുകൂടെ വിശ്വസിച്ചു. അമ്പിയാക്കളിലുള്ള നിലപാട് ലോകത്ത് 4 രൂപത്തിലാണ്. നിഷേധിക്കുന്നവർ ഉണ്ട്, ആരാധിക്കുന്നവർ ഉണ്ട്, ആദരിക്കുന്നവർ ഉണ്ട്, അനാദരിക്കുന്നവർ ഉണ്ട്. ഇങ്ങനെ 4 രൂപത്തിലാണ്. നിരീശ്വരവാദികൾ പ്രവാചകത്വം നിരാകരിക്കുന്നു, നിഷേധിക്കുന്നു. ജൂത ക്രൈസ്തവർ അമ്പിയാക്കളെ ആരാധിക്കുന്നു, ഇബാദത്ത് ചെയ്യുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. പുത്തൻ പ്രസ്ഥാനക്കാരായ ആളുകൾ ഇകഴ്ത്തുന്നു, പരിഹസിക്കുന്നു. ഇങ്ങനെ 4 രൂപത്തിലാണ് അമ്പിയാക്കളിലുള്ള വിശ്വാസം. അമ്പിയാക്കളിൽ പ്രവാചകന്മാരിലുള്ള നിലപാട് അങ്ങനെയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരാളെ സംബന്ധിച്ചിടത്തോളം, പാരത്രിക ലോകത്തെ വിജയം ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരെ ബഹുമാനിക്കണം, ആദരിക്കണം. സഹാബത്ത് എങ്ങനെയാണോ വിശ്വസിച്ചതെങ്കിൽ അതുപോലെ വിശ്വസിക്കണം. അവരെങ്ങനെയാണ് ബഹുമാനിച്ചതെങ്കിൽ ബഹുമാനിക്കണം. എങ്ങനെയാണ് സഹാബത്ത് വിശ്വസിച്ചത് ആ വിശ്വസിക്കേണ്ട മുറപ്രകാരം വിശ്വസിക്കണം എന്ന അവകാശവാദം മൗലവിമാര് പറയുന്നു. അതിനുശേഷം നമുക്ക് വിഷയങ്ങളിലേക്ക് കടക്കാം. ഹദീസിൽ എന്തെല്ലാം വന്നുവോ, ഏതെല്ലാം സ്വഹീഹായി സ്ഥിരപ്പെട്ടുവോ അതെല്ലാം മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നു. അത് കുപ്പായമാണെങ്കിലും, നബിയുടെ മുടിയാണെങ്കിലും, നബിയുടെ വിയർപ്പാണെങ്കിലും, നബിയുടെ ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗങ്ങളാണെങ്കിലും, നബി എന്ന് പ്രകടമായ ഏതെല്ലാം മുഴുത്തുണ്ടോ അതൊക്കെയും മുജാഹിദ് പ്രസ്ഥാനം അംഗീകരിക്കുന്നു. നബി തങ്ങളെ മുമ്പ് ഭക്ഷണം തസ്ബീഹ് ചൊല്ലിയിട്ടുണ്ട്, മുജാഹിദിന് തർക്കമില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവത്ത് കൊണ്ട് ഭക്ഷണം വർദ്ധിച്ചിട്ടുണ്ട്, തർക്കമില്ല. വെള്ളമില്ലാത്തത് കയ്യിൽ നിന്ന് വെള്ളം ഉത്ഭവിച്ചിട്ടുണ്ട്, തർക്കമില്ല. അതൊന്നും ഇല്ലെന്ന് മുജാഹിദുകൾ പറയുന്നില്ല. വിയർപ്പ് സ്വഹാബത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, കുപ്പായം ഉപയോഗിച്ചിട്ടുണ്ട്, വെള്ളത്തിലിട്ട ആ വെള്ളം രോഗശമനത്തിനായി അവർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. ഹദീസിൽ എന്ത് വന്നോ അത് അംഗീകരിക്കും. നബി തങ്ങളുടെ അവിടുത്തെ ശഹറെ മുബാറക്കിനെ
സഹാബത്ത് അംഗീകരിച്ചിട്ടുണ്ട്, അവർ അംഗീകരിക്കുമെന്ന് പറയുന്നു. എന്നാൽ ചോദിക്കട്ടെ, പി അബ്ദുൽ ഖാദർ മൗലവി എന്ന കണ്ണൂരിൽ മരണപ്പെട്ടു പോയ മുജാഹിദിന്റെ പണ്ഡിതൻ രോഗശമനത്തിന് വേണ്ടി ഹബീബിന്റെ തിരുകേശം ഉപയോഗപ്പെടുത്തി വെള്ളം കുടിക്കുന്നതിന് പൂജാവസ്തുവാക്കിയത് എന്തിനാണ്? എ പി അബ്ദുൽ ഖാദർ മൗലവി ഈ നിലപാടിന് വിരുദ്ധമായ ഫത്വ നൽകിയത് എന്തിനാണ്? മുടിയുടെയും വിയർപ്പിന്റെയും വിഷയങ്ങൾ പറഞ്ഞ് കാലം കഴിക്കരുത് എന്ന് ബാലേട്ടൻ പറഞ്ഞത് എന്തിനാണ്? ബാലുശ്ശേരി. എന്തിനാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ? ഹബീബിന്റെ തിരുകേശം സഹാബത്ത് ആദരിക്കുന്നു, അവരെല്ലാവരും ബഹുമാനിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത്, എങ്ങനെയാണോ നബി തങ്ങൾ അവരെ വിശ്വസിച്ചത്, എങ്ങനെയാണോ ആദരിച്ചത്, ആ ആദരവ് സഹാബത്തെ കിറാമിനുണ്ടായിരുന്നു. ആ ആദരവാണ് മുഅ്മിനുകൾക്ക് വേണ്ടത്, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. എങ്ങനെയായിരുന്നു അവർ ആദരിച്ചിരുന്നത്? ഇമാം ബുഖാരി സുന്നിയായ പണ്ഡിതനതാ തന്റെ സഹീഹുൽ ബുഖാരി എന്ന ഗ്രന്ഥത്തിൽ സഹീഹുൽ ബുഖാരി രചിക്കുന്നത് ഹബീബിന്റെ സമ്മതത്തോടുകൂടെയാ. ഇവരെ ഭാഷയിൽ അത് വിധേയത്താകണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുന്ന് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതനാണ്. ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സഹീഹുൽ ബുഖാരിയിൽ സഹാബത്തിന്റെ ആദരവിനെ കുറിച്ച് ഉറവത്ത് എന്ന് പറയുന്ന ലോകസഞ്ചാരി പറയുന്നത് കാണുന്നുണ്ട്. ലഖദ് വഫത്തു അലാ മുലൂകി കിസ്റ വ കൈസർ, ഞാൻ കിസ്റ കൈസറിന്റെയും ഒരുപാട് ഭരണാധികാരികളുടെയും അടുക്കൽ ഭരണാധികാരിയെയും ഭരണീയരെയും കുറിച്ച് പഠിക്കാൻ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇൻ റഅയ്തു അഹദൻ യുഅള്ളിമു അസ്ഹാബുഹു കമാ യുഅള്ളിമു അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ തന്റെ നേതാവായ മുഹമ്മദ് നബിയെ ബഹുമാനിക്കുന്നത് പോലെ ബഹുമാനിച്ചിട്ടില്ല. എന്നിട്ട് ഉദാഹരണം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തുപ്പുമ്പോൾ പ്രിയപ്പെട്ടവരെ കൈ കാണിക്കാൻ ആളുണ്ടായിരുന്നു. ഒരു മൗലവി 2-3 ദിവസം മുമ്പ് ഒരു പേനയും എഴുതിയതെന്താണ്? ഹബീബിന്റെ ബോഡി വേസ്റ്റ് എന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുത്തെ ഷഹറെ മുബാറക്കിനെ കുറിച്ച് പറഞ്ഞതെങ്കിൽ സഹാബത്ത് അത് മനസ്സിലാക്കിയിട്ടില്ല. സഹാബത്ത് ബോഡി വേസ്റ്റായി മനസ്സിലാക്കിയിട്ടില്ല. അവിടുന്ന് തുപ്പുമ്പോൾ സഹാബത്ത് കൈ കാണിച്ച് ഉപയോഗിച്ചിരുന്നു. എന്തേ കാരണം? وقضى بقيسه وقطعت من عينه ردت بك في المصطفى الحسناء. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമിനീര് ശമനമായിരുന്നു. മൗലവിമാര് പറഞ്ഞത് സാധാരണ മനുഷ്യനാണ് എന്നാണ്. സാധാരണ മനുഷ്യനാണെങ്കിൽ കണ്ണിന് ചെങ്കണ്ണുള്ള ഒരാൾക്ക് അവരെ ഉമിനീര് വെച്ചുകൊടുത്താൽ മാറും, മറ്റേ കണ്ണും കൂടി അരിപ്പാവുന്നല്ലാതെ. അവിടുത്തെ ശമനമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന് ശമനം കിട്ടി. ഖത്താദ തങ്ങളുടെ വീണ കണ്ടു കിട്ടി. എല്ലാം അവിടുത്തെ ആത്മീയമായ പവർ അല്ലാഹു നൽകിയതാണ്. ഇങ്ങനെയാണ് സഹാബത്ത് മനസ്സിലാക്കിയത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിയർപ്പ് കുപ്പിയിലാക്കി, ആളെ കുപ്പിയിലാക്കുകയല്ല, വിയർപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് കുപ്പിയിലാക്കിയിരുന്നു. എന്തിന്? സുഗന്ധത്തിന് വേണ്ടി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അവിടുത്തെ പ്രത്യേകതയാണ് ശരീരത്തിന്റെ. അതുപോലെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടുന്ന് വെട്ടിക്കളഞ്ഞിരുന്ന നഖം മുറിക്കൽ സുന്നത്തല്ലേ. ചില ആളുകൾ ടൈലറാണ് എന്ന് പറഞ്ഞ് നീട്ടാറുണ്ട്. നീട്ടുന്നത് ഗുണമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വ്യാഴാഴ്ചകളിൽ നഖം വെട്ടുമായിരുന്നു. അങ്ങനെ നഖം ബഹുമാനപ്പെട്ട നബി തങ്ങൾ വെട്ടിക്കളയുമ്പോൾ സഹാബത്ത് അത് ഉപയോഗപ്പെടുത്തിയിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നതിന്റെ മുമ്പ് അവിടുന്ന് വസിയ്യത്ത് ചെയ്തതെന്താ? എന്റെ അലമാരയുടെ ഉള്ളിലെ വലിപ്പിൽ ഞാൻ അല്പം നബി തങ്ങളുടെ നഖം വെട്ടിയത് സൂക്ഷിച്ചിട്ടുണ്ട്. എന്റെ ഖബറിൽ എന്നോട് കൂടെ അത് വെക്കണം. എനിക്കത് അമാന, എനിക്കത് കാവലാ.
മുആവിയ തങ്ങൾ ബോഡി വേസ്റ്റായി മനസ്സിലാക്കിയിട്ടില്ല. അവിടുത്തെ ഷേറെ മുബാറക്ക് തിരുകേശം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടന്നുറങ്ങുന്ന തലയിണയിൽ വീണ മുടി, ആ കേശം സഹാബത്ത് ഉപയോഗിച്ചിരുന്നു. സഹാബത്ത് അന്വേഷിക്കുമായിരുന്നു. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് അന്വേഷിക്കുമായിരുന്നു. ആളുകൾ പറഞ്ഞേൽപ്പിക്കുമായിരുന്നു. ഇബ്നുൽ ജൗസി അൽ ഹാഫിദ് ഉദ്ധരിച്ചതായി കാണാം. അവിടുന്ന് ഹജ്ജത്തുൽ വദാഇന്റെ ദിവസത്തിൽ ബഹുമാനപ്പെട്ടവർ ഓഹരി വെച്ചു കൊടുത്തത് ഇഖ്സിംഹു ബൈനന്നാസ്, ജനങ്ങൾക്ക് ഓഹരി ചെയ്തു കൊടുക്കുക. ആ ഓഹരി ചെയ്തു കൊടുത്തതാണ് സഹാബത്തെ കിറാം വാങ്ങിച്ചത്. പാടില്ലാത്ത ഒന്നാണെങ്കിൽ വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഹരി വെച്ചത് സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുകയാണ്. ആ ഓഹരി ഒരുപാട് ആളുകളുടെ കയ്യിലെത്തി. ലോകത്ത് ദീനിന്റെ പ്രബോധനം എത്തിയ ആ കാലയളവിലുള്ള മേഖലകളിലൊക്കെ ബറക്കത്തിന് വേണ്ടി എത്തി. എന്തിനധികം, മക്കയത്തും മദീനയിലും അറേബ്യൻ രാജ്യങ്ങളിലും മറമാടപ്പെട്ട സഹാബത്തെ കിറാം 11,000-ഓളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ 1,00,000 ചില്ലാനം സഹാബത്തെ കിറാമുണ്ട്. ഈ 1,00,000 ചില്ലാനം സഹാബികളിൽ 11,000 ആളുകൾ മാത്രം അവിടെ മറമാടപ്പെട്ടപ്പോൾ, അവിടെ അന്ത്യവിശ്രമം കൊള്ളുമ്പോൾ, ബാക്കിയുള്ളവരൊക്കെ അറബിയേതര രാജ്യങ്ങളിലാണ്. എന്തിനധികം, സോളമൻ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപുണ്ട്. അമേരിക്കൻ ഐക്യനാടുകളുടെ ഏകദേശം അടുത്തായി വരുന്ന ആ രാജ്യത്ത് പോലും സഹാബത്തിന്റെ സാന്നിധ്യം ഉള്ളത് ചരിത്രത്തിൽ അറിയപ്പെട്ടപ്പോൾ ആ രാജ്യത്ത് പോലും ഷഹറെ മുബാറക്കുണ്ട് എന്നതാണ് വസ്തുത. സുഡാനിൽ ഷഹറെ മുബാറക്കുണ്ട്, അഫ്രീക്കയിൽ ഷഹറെ മുബാറക്കുണ്ട്, എത്യോപ്യയിൽ ഷഹറെ മുബാറക്കുണ്ട്. സഹാബത്ത് സങ്കുചിത മനോഭാവമില്ലാതെ ഓരോ ആളുകൾക്കും അത് വീതിച്ചു കൊടുത്ത ചരിത്രം കാണാം കിതാബുകളിൽ. എന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് അവർ ചെയ്തത്? ഇതുപോലെയുള്ള ശേഷിപ്പുകളെ ഒരിക്കലും വേസ്റ്റായി കണ്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജുബ്ബ, നമ്മുടെ പല ആളുകളുടെയും പിതാക്കന്മാരുടെ കള്ളിത്തുണിയും ഷർട്ടുമൊക്കെ ഉമ്മമാര് തലയിണയുടെ ഉള്ളിൽ തെരുകാനാണ് വെക്കാറുള്ളെങ്കിൽ ഹബീബിന്റെ ജുബ്ബ രോഗശമനത്തിന് വേണ്ടി ഉപയോഗിച്ചു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളെ മദ്ഹ് പറഞ്ഞതിന്റെ പേരിൽ പുതപ്പ് കൊടുത്തത് സഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണാം. ആ പുതപ്പ് മുആവിയ റളിയല്ലാഹു അൻഹു 10 ലക്ഷം സ്വർണത്തിനാണ് വാങ്ങിയത്. ഷേഖ് മുബാറക്കിന്റെ മസ്ജിദ് കോഴിക്കോട് നഗരത്തിന്റെ പരിസരത്ത് 40 കോടി ചെലവഴിച്ച് നിർമ്മിക്കുമെന്ന് പറയുമ്പോൾ ആ പള്ളി ദുരുപയോഗമാണ്, ഓവറാണ് എന്ന് പറയുന്ന അല്പന്മാരി നമ്മുടെ നാടുകളിലുണ്ട്. അവരോട് പറയാനുള്ളത്, എന്തേ മുആവിയ റളിയല്ലാഹു അൻഹു തോന്നിയില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു 10 ലക്ഷം സ്വർണമാണ്, 100 കോടിയിലധികം രൂപയാണ് അവിടുത്തെ ഒരു പുതപ്പിന് ചെലവാക്കിയത്. അവരാണ് മഹാന്മാർ, അവരാണ് സ്നേഹമുള്ളവർ, അവരാണ് മഹത്വമുള്ളവർ. ഇതെങ്ങനെ ഓവറാകും എന്ന് പ്രിയപ്പെട്ടവരെ? ഓവറാണ് എന്ന് തോന്നുന്നുണ്ടോ? കുറവേ എന്ന് നമുക്ക് തോന്നുന്നുള്ളൂ. നിങ്ങൾ നോക്ക്, മഹാനരായ ഹാഫിദ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു 100 പ്രാവശ്യം ബുഖാരി ദർശനം നടത്തിയ മഹാൻ, 1,00,000 ഹദീസ് മനഃപ്പാഠമാക്കിയ മഹാൻ, ആ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ദഹിയ റളിയല്ലാഹു അൻഹു പങ്കെടുത്ത മൗലിദ്, ആ മൗലിദിന് ഒരു മാസം, ഒരു വർഷത്തിലെ ഒരു മൗലിദിന് ചെലവഴിക്കുന്നത് 3 ലക്ഷം പൊന്നാണ്. 3 ലക്ഷം പൊന്നാണ്, സ്വർണ്ണമാണ്. ചുരുക്കി കൂട്ടുമ്പോൾ ഏകദേശം 120 കോടിയോളം രൂപ വരും. ഇന്നത്തെ മാർക്കറ്റ് കൂട്ടുമ്പോൾ 120 കോടി രൂപ ഈ പള്ളിയുടെ 3 ഇരട്ടിയാണ് ഓരോ കൊല്ലവും ചെലവാക്കുന്നത്. എന്തേ? ഈ വിവരമില്ലാത്ത, മന്ദബുദ്ധി എന്ന് പോലും വിളിക്കാൻ അന്തമില്ലാത്ത ആളുകൾ അവരെന്തുകൊണ്ടത് ചിന്തിക്കുന്നില്ല? ചിന്തിക്കാൻ മുണയില്ലാത്തത് കൊണ്ട്. ഗൗരവപൂർവ്വം ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ.
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശേഷിപ്പിനുള്ള മഹത്വം അവരങ്ങനെയാണ് കണ്ടിരുന്നത്. കഴിഞ്ഞില്ല. ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ നബി തങ്ങളുടെ മദ്ഹ് എഴുതേണ്ടത് സ്വർണത്തിനാലുള്ള മഷി കൊണ്ടാണ് എന്ന് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു. ആ മേഖലയിൽ എത്ര ചെലവഴിച്ചാലും മതി വരികയില്ല. കാരണം സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താണ്? ഇവര് പറയണു 40 കോടി രൂപയുണ്ടെങ്കിൽ ഈ 40 കോടി കൊണ്ട് പാവങ്ങളെ സഹായിച്ചുകൂടെ എന്നാണ്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉഹദ് മലയോളം സ്വർണം എനിക്ക് കിട്ടിയാലും ഞാൻ ഹബീബിന്റെ മൗലിദിൽ ചെലവഴിക്കുമെന്നാണ്. ഹബീബ് ആദരിക്കപ്പെടേണ്ടവരല്ലേ, ബഹുമാനിക്കപ്പെടേണ്ടവരല്ലേ. ആ നിലക്കാണ് സഹാബത്ത് കണ്ടത്, ആ നിലക്കാണ് പൂർവീകർ കണ്ടത്. കഴിഞ്ഞില്ല. അവിടുത്തെ ഷഹറെ മുബാറക്കിന് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ ആദർശ വിരോധികൾ ക്രൂരമായി ആക്രമിക്കുമ്പോൾ, അടിക്കുമ്പോൾ ഭാവപ്പകർച്ചയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പോലെയല്ല. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അടികൊണ്ട മഹാനാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അടിച്ച് കാല് ഒടിക്കപ്പെട്ട മഹാനാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു കഴുതപ്പുറത്തിരുത്തി ശരീരമാസകലം എണ്ണ തേച്ചുകൊണ്ട് ചാട്ട കൊണ്ട് അടിവാങ്ങിയ മഹാനാ. അവിടുന്ന് വഫാത്താകുന്നത് ബാക്കിൽ പെരടിയിലേക്ക് തല്ലി കിട്ടിയിട്ടാണ്. ആദർശത്തിന്റെ പേരിലാണ്, സുന്നത്ത് ജമാഅത്തിന്റെ പേരിലാണ്. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ പുത്തൻ പ്രസ്ഥാനക്കാർ, ആദർശ വിരോധികളായ ആളുകൾ അടിക്കുമ്പോൾ രക്ഷിതാക്കളെ അവിടുന്ന് മാറ്റമില്ല. ദീനിന് വേണ്ടിയല്ലേ, മതത്തിന് വേണ്ടിയല്ലേ, ആദർശത്തിന് വേണ്ടിയല്ലേ, എല്ലാം സഹിക്കുക തന്നെ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു അവിടുന്ന് തന്റെ ശരീരത്തിലെ ഷർട്ടങ്ങ് കീറപ്പെട്ടപ്പോ അതുവരെ കരയാത്ത അവിടുത്തെ കണ്ണിൽ നിന്ന് താഴോട്ട് കണ്ണുനീരൊഴിക്കാൻ തുടങ്ങി. എന്തായിരുന്നു കാരണം? അവിടുന്ന് പറയുന്നു, ഓ സഹോദരന്മാരെ, വലോ ഖത്തഅതുമൂനി ഇറബൻ ഇറബാ, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമാക്കിയാലും, എന്നെ നിങ്ങൾ തുണ്ടം തുണ്ടമാക്കിയാലും എനിക്ക് പ്രശ്നമില്ല. ദീനിന്റെ വിഷയത്തിൽ ഞാൻ സഹിക്കുന്നവനാണ്. പക്ഷേ എന്റെ ഈ ഷർട്ടിൽ ഞാൻ ഷഹറെ മുബാറക്ക് തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ട്. അതിനെ നിസ്സാരമാക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതല്ലേ ദീനിന്റെ വാക്താക്കൾ പറഞ്ഞത്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം, മൻ തഅന ശഅറാത്തിൻ മിൻ ശഅരിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുകേശത്തെക്കുറിച്ച് ആരെങ്കിലും ആക്ഷേപിച്ചാൽ ഫഹുവ യക്ഫുറു, അവൻ മതത്തിൽ നിന്ന് ഔട്ടാണ് കേട്ടോ. സീറോ മാറി ചിന്തിക്കേണ്ടതാണ്, കോളമിസ്റ്റുകൾ അംഗീകരിക്കേണ്ടതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചക നിന്ദയുടെ പേരിൽ കൈവെട്ടാൻ വേണ്ടിയുള്ള ഫത്വ കൊടുക്കുന്നവർ എന്തേ ഈ വിഷയം കാണാത്തത്? ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളെ കുറിച്ച് ഡാനിഷ് പത്രം, ഡെൻമാർക്കിലെ പത്രം മോശമായ കാർട്ടൂൺ വരച്ചപ്പോ ആ കാർട്ടൂൺ ഇവിടെ പുനഃപ്രസിദ്ധീകരിച്ച ഏക പത്രമല്ലേ ഹബീബായ നബിയെ കുറിച്ച്, അവിടുത്തെ തിരുകേശത്തെ കുറിച്ച് ബോഡി വേസ്റ്റ് എന്ന് പറഞ്ഞത് ഇതിനേക്കാൾ ഹീനമായിരുന്നുണ്ട്. അവർക്ക് മതമറിയുമോ? അവർക്ക് ദീനുണ്ടോ? അവർ എന്ത് മതത്തിന്റെ ആളുകളാണ്, എന്ത് ദീനിന്റെ ആളുകളാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് അത്തരം കോളമിസ്റ്റുകൾക്ക് പത്രം അനുവദിച്ചവരെ അതിന്റെ വരിക്കാരായിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തട്ടെ. നാളെ പാരത്രിക ലോകത്ത് വരുമ്പോ പ്രതിയോഗിയായി എവിടെയുള്ളത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ നബി തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് റഊഫുർ റഹീം, കാരുണ്യക്കാരനാണെന്ന് പറയുമ്പോ കാർക്കശ്യത്തിന്റെ ആളായിട്ടല്ലേ ചിത്രീകരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നിസ്കരിക്കുമ്പോൾ ചീഞ്ഞളിഞ്ഞ ഒട്ടകമാല,
കഴുത്തിലിട്ട ആളുകൾക്ക് വേണ്ടിയും അവിടുന്ന് പറഞ്ഞത് ദുആയിരുന്നു, അല്ലാഹുവേ അവർ വിവരമില്ലാത്തവരാണ്. ഈ ഹദീസ് 16ഓളം ഗ്രന്ഥങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഒരന്തംഗമ്മിയുടെ പ്രസംഗത്തിൽ കേൾക്കാൻ കഴിഞ്ഞു അതില്ലാത്തതാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന വഴിയിലൂടെ ചപ്പ് ചവറിട്ട ഒരു സ്ത്രീയുടെ ചരിത്രം അല്ലാമ ഹക്കീം തുർമദി ഹിജ്റ 344 വഫാത്തായ മഹാൻ തന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കിതാബുൻ നവാദിറുൽ ഉസൂൽ ഫി അഖ്ബാരിർ റസൂൽ എന്ന ഗ്രന്ഥത്തിൽ കെട്ടുകഥയായിട്ടാണ് ഇവർ പറയാറുള്ളത്. കിതാബോ കിതാബിന്റെ ചട്ടയോ കാണാത്ത വിവരമില്ലാത്തവരെ നേതൃനാരത്തിൽ നടത്തിയ അവരെ പഴക്കുകയും പഴപ്പിക്കുകയും ചെയ്യുമെന്ന് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അണികൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാൻ വിധിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? തത്തുല്യമായ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കിതാബുൽ ജിഹാദ് എന്ന അധ്യായത്തിൽ ഉദ്ധരിച്ചിട്ടില്ലേ? അവിടുന്ന് വഫാത്താകുമ്പോൾ ഒരു ജൂതന്റെ കയ്യിലായിരുന്നു തന്റെ പണയം വെച്ചത് എന്നില്ലേ? അക്രിമിൽ ജാറ വലൗ കാഫിറ, അവിശ്വാസിയാണെങ്കിലും അയൽക്കാരനെ ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറഞ്ഞത് അല്ലാമ അബ്ദുൽ ഹലീം തുർമദി ജംയാത്തി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സാഹിദ് എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടില്ലേ? ഇങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളിലുള്ള വിഷയങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ ചിന്തിക്കണ്ടേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിഷേധിക്കുമ്പോൾ എന്തു വേണം? എല്ലാ കിതാബും കാണണം. ഞാൻ പറയണം ആ പേപ്പറിൽ അങ്ങനെയല്ല എന്ന് പറയണം. പേപ്പർ ഞാൻ അങ്ങോട്ട് വായിച്ചിട്ടുമില്ല, പറയാൻ പറ്റും, പാടില്ല. എല്ലാ ഗ്രന്ഥങ്ങളും ഇവർ കണ്ടിട്ടുണ്ടോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 122ഓളം കിതാബ് എഴുതിയിട്ടുണ്ട്. ഇന്ന് വിപണിയിൽ എത്ര കിതാബ് കിട്ടും? 12 തികയോ പ്രിയപ്പെട്ടവരെ? ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 50ലധികം ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ 2 or 3 കിതാബല്ലേ കിട്ടുള്ളൂ. അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു 155ഓളം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. എത്ര കിതാബൊക്കെ കിട്ടും? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് 600 ഗ്രന്ഥങ്ങളുണ്ട്. എത്ര കിതാബ് ഇപ്പൊ കിട്ടും? ഇമാം ഇബ്നുൽ ജൗസി തങ്ങൾക്ക് ഏകദേശം 300 ചില്ലാനും കിതാബുകളുണ്ട്. എത്ര കിതാബ് ഇപ്പോൾ കിട്ടും? അസ്ഖലാനി റളിയല്ലാഹു അൻഹു 728 കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര കിതാബ് ഇപ്പൊ കിട്ടും? ഈ ഗ്രന്ഥലോകത്തെ വിസ്മയം എന്നറിയപ്പെടുന്ന ഇബ്നു സാഹിൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് 1500 വാല്യമുള്ള ഹദീസിന്റെ ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആർക്കെങ്കിലും അത് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളവർ? അവിടുന്ന് 1200 വാല്യങ്ങളുള്ള തഫ്സീർ ഞാൻ മുഴുവനും മുത്താല ചെയ്തിട്ടുണ്ട്. ഇമാം ഷഹറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മീസാനിൽ പറയുന്നുണ്ട്. ആ കിതാബ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗ്രന്ഥങ്ങളെ കുറിച്ച് അറിവുണ്ടോ? വിവരങ്ങൾ കണ്ടിട്ടുണ്ടോ? മുമ്പിലുള്ള 4 കിതാബുകൾ വെച്ച് 4 കോടി കിതാബുകളെ നിഷേധിക്കുമ്പോൾ പരലോകത്ത് വരുന്ന അവസ്ഥയെക്കുറിച്ച് എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? എന്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളോട് പറയാനുള്ളത്, നിഷേധിക്കുമ്പോൾ ശ്രദ്ധിക്കണം, പരാമർശിക്കുമ്പോൾ ചിന്തിക്കണം. ഒരു വാക്ക് ഉച്ചരിക്കാൻ അള്ളാഹു നൽകിയ 70 ഞരമ്പുകൾ ചെലവാണ്. 69 ആക്റ്റീവായി 1 ഡീആക്റ്റീവായി കഴിഞ്ഞാൽ ഒരിക്കലും രക്ഷയില്ല. അതുകൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഹബീബായ മുഹമ്മദ് മുസ്തഫ അവിടുത്തെ തിരുശേഷിപ്പിനെ പൗരാണികരായ മഹാരഥന്മാർ വേസ്റ്റായി കണ്ടിട്ടില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഹറെ മുബാറക് ഒരുപാട് ആളുകൾക്ക് കിട്ടി. ആ കിട്ടിയവരിൽ പെട്ടതാണ് അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കിട്ടിയ ഉബൈദത്ത് എന്നവർ പറയുന്നു, നബി തങ്ങളുടെ ഒരു ശഹർ എനിക്ക് കിട്ടുക എന്നത് ദുനിയാവ് മുഴുവനും കിട്ടുന്നതിനേക്കാൾ ഏറ്റവും മഹത്വമായി കാണുന്നതാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അവർക്ക് അത്ര മഹത്വം കൽപ്പിച്ചവരാണ്. അങ്ങനെ കിട്ടിയ അബൂ അയ്യൂബിൽ അൻസാരി എന്ന ഖസ്റജിയായ സഹാബി, ആ സഹാബിയിൽ നിന്നാണ് പിന്തലമുറക്കാരായ ഖസ്റജി കുടുംബം സ്വീകരിച്ചത്. ബഹുമാനപ്പെട്ട മൻസൂറിൽ ആബി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറഞ്ഞതായി കാണാം, ഖസ്റജി കുടുംബത്തിന്റെ അടുക്കലാണ് ഇത് വളരെ സുസ്ഥിരമായി സ്ഥിരീകരിക്കപ്പെട്ടതായി ലോകത്ത് അറിയപ്പെടുന്ന പ്രധാനപ്പെട്ടതിൽ ഒന്ന് എന്ന് ആ ഖസ്റജി കുടുംബം ആദരവോടുകൂടെ സൂക്ഷിച്ചു. ഇത്ര കാലം ഒരു മുടി നിൽക്കുമോ എന്നാണ് ചിന്തയെങ്കിൽ, ഇന്നല്ലാഹ ഹറമൽ അർളി അജ്സാദൽ അംബിയാ,
മണ്ണിൽ വെച്ചാൽ പോലും പോറലേൽക്കുകയില്ല. അവിടുത്തെ ശരീരത്തിന് തന്നെ പിന്നെ ബാക്കിയുള്ളത് പറയേണ്ടതില്ലല്ലോ. ആ കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇങ്ങനെ പിന്തലമുറക്കാരായ ആളുകൾ കൈമാറ്റം ചെയ്തു. അതോടുകൂടെ എവിടുന്ന് കിട്ടി എന്ന സത്യവും പറഞ്ഞു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഡൽഹിയിൽ നിന്നെന്റെ പ്രിയപ്പെട്ടവരെ ബറകാത്തി കുടുംബം എന്ന ഒരുപാട് കിതാബുണ്ടാക്കിയ മഹാന്മാരുണ്ട്. ആ മഹാന്മാരിലൂടെ നിമിത്തങ്ങളുടെ ശേഷം അവിടുന്ന് കിട്ടിയിട്ടുണ്ട് 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അതോടൊപ്പം കൈമാറ്റം ചെയ്യപ്പെട്ട ഖസറജി കുടുംബത്തിൻ്റെത് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ഇവിടെ കണ്ടുവന്നു കൊടുക്കുന്നു. ചില ആളുകൾക്കുള്ള വിഷമം അതാണ്, നബി അങ്ങനെ പറയില്ല എന്നാണ്. ഹബീബ് അങ്ങനെ പറയില്ല, അങ്ങനെ സ്വപ്നത്തിൽ കാണിക്കൂല എന്നാണ്. നബി തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരെ പോലെയാണ് ചില ആൾക്കാരെ വർത്താനം. ഈ കേരളക്കരയിൽ ഗോൾഡൻ ജൂബിലിക്ക് SYSന്റെ ഗോൾഡൻ ജൂബിലിക്ക് സയ്യിദ് മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക റഹിമഹുല്ലാഹ് ഇവിടെ എത്തി. 140ഓളം കിതാബുകൾ എഴുതിയ മഹാനാണ്. ബഹുമാനപ്പെട്ട ഇവിടെ കിതാബ് താഴെ ക്ലാസുകളിൽ മർക്കസിൽ ദർസ് നടത്തിയിരുന്നു. ചമ്മാട് ദാറുൽ ഹുദയിലടക്കം അൽ ഖവാഇദുൽ അസാസിയ എന്ന മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക റഹിമഹുല്ലയുടെ കിതാബ് ദർസ് നടത്തുന്നുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കിതാബ് ലോകത്ത് വ്യാപിച്ചിട്ടുണ്ട്. അവിടുന്ന് ഇജാസത്ത് വാങ്ങാൻ കേരളത്തിലുള്ള എല്ലാ പണ്ഡിതന്മാരും തിക്കും തിരക്കും കൂട്ടി അവിടുത്തെ ദർസിൽ പങ്കെടുക്കാറുണ്ട്. ആ മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക ഗോൾഡൻ ജൂബിലിയിൽ വന്നിട്ട് എന്താണ് പറഞ്ഞത്? ഉലമാ കോൺഫറൻസിൽ വന്ന് പറഞ്ഞത്, ഇന്ത്യയിലെ മുലൈബാർ എന്ന് പറയുന്ന രാജ്യസ്ഥലം, ദീനിന്റെ യഥാർത്ഥ മഹിതമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ആ സ്ഥലം മഹനീയമാണ് എന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ട്. ഞാൻ ഏത് ഗ്രന്ഥം രചിക്കുമ്പോഴും ഏത് പ്രവർത്തനം നടത്തുമ്പോഴും എന്റെ മുർഷിദും എന്റെ മുറബ്ബിയും എന്റെ എല്ലാമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി എന്നോട് പറയും. അതനുസരിച്ചേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ ഇവിടേക്ക് വരാൻ അവിടുത്തെ സമ്മതത്തിന് കാത്തു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി വെള്ളിയാഴ്ച രാവിൽ എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആ മഹത്തായ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക റഹിമഹുല്ലാഹ് ഇവിടെ വിശദീകരിക്കുമ്പോൾ, ആ മാലിക്കി മക്കയുടെ കിതാബുകൾ ദർസ് നടത്തുന്ന ആളുകൾക്ക് ആ ഒരു നിർദ്ദേശം അവഗണിക്കാൻ കഴിയുമോ? ആ വ്യക്തിയെ മഹാനരായ പണ്ഡിതനായി വാഴ്ത്തുന്ന ആളുകൾക്ക് അവിടുന്ന് പറഞ്ഞ ആ വചനം തെറ്റാണ് എന്ന് പറയാനൊക്കുമോ? അവിടുന്ന് വഫാത്തായ രംഗം എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും വളരെ ആദരവോടുകൂടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? അവിടുന്ന് ജീവിതത്തിൽ തഹജ്ജുദ് നിസ്കരിച്ചു വളരെ ആത്മാർത്ഥതയോടെ ഖുർആൻ ഓതി കലിമ 3 വട്ടം ഉച്ചരിച്ചു വഫാത്തായ മഹാനല്ലേ? ആ മുഹമ്മദ് ബിൻ അലവി മാലിക്കി മക്ക തങ്ങൾ ഇവിടെ വന്ന് പറയുന്നു, എന്നോട് വരാൻ പറഞ്ഞത് ഹബീബായ മുഹമ്മദ് മുസ്തഫ. ഭാഗ്യമല്ലാതെ എന്ത് പറയാൻ? അല്ലാഹു അത് നിലനിർത്തട്ടെ. മക്കത്തുൽ മുക്കറമയിൽ നിന്നുള്ള നിർദ്ദേശം, മക്കത്തുൽ മുക്കറമയിൽ കിടക്കുന്നവർക്ക് മദീന മുനവ്വറയിൽ നിന്നുള്ള നിർദ്ദേശം നൽകുകയാണ്. അങ്ങനെയാണ് മക്കക്കാരൻ ഇവിടെ എത്തുന്നത്. മദീനത്തെ അല്ലാഹുവിന്റെ റസൂലെ അവിടുന്ന് ആതിഥ്യം വഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിന് സംരക്ഷണം കൊടുക്കാനും താമസിക്കാനും എല്ലാവരും തിക്കും തിരക്കും കൂട്ടുമ്പോൾ ഈ ഒട്ടകം ഇതിനോട് നിർദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇത് മുട്ടുകുത്തുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുക എന്ന് പറഞ്ഞു. ആ സ്ഥലം ആരാണ്? അബൂ അയ്യൂബിൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന ഖസ്റജി കുടുംബം. ആ കുടുംബത്തിന്റെ പിൻഗാമി ആദരവോടുകൂടെ പ്രിയപ്പെട്ടവരെ കേരളക്കരയിലേക്ക് വന്നു. ഈ അടുത്ത് അദ്ദേഹത്തിന്റെ പിതാവും മുൻ മന്ത്രിയും കേരളക്കരയിലേക്ക് വന്നപ്പോൾ മർക്കസ് സഖാഫത്ത് സുന്നിയയിലേക്ക് വന്ന ആ മഹാനെ സ്വീകരിച്ചു. അവിടുത്തെ പ്രഭാഷണം കേട്ടു. അദ്ദേഹത്തിന്റെ 3 വാല്യങ്ങളുള്ള ഫത്വകൾ ഇവിടെയുള്ള ഒരുപാട് ലൈബ്രറിയിലുണ്ട്. ബഹുമാനപ്പെട്ടവരെ കോട്ടുമന കോംപ്ലക്സിൽ ഇവിടെ സ്വീകരിച്ചിട്ടുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ആ ഖസ്റജി കുടുംബത്തിൽ അന്ന് വഫാത്തായ ആ മഹാന്റെ പ്രിയപ്പെട്ട പുത്രൻ, ആ പുത്രൻ പാണക്കാട് പോയി ബഹുമാനപ്പെട്ട തങ്ങന്മാരെ സന്ദർശിച്ചതൊക്കെ നാം പേപ്പറിൽ വായിച്ചവരാണ്. എല്ലാവരും ആദരിക്കുന്ന ആ പണ്ഡിതൻ പറയുന്നു, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ഇത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചതാണ് എന്ന് പറഞ്ഞ് കൈമാറ്റിയതാണ് എന്ന് അവിടുന്ന് വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പറയുകയുണ്ടായി. ഇന്നും അദ്ദേഹം ഹയാത്തിലുണ്ടല്ലോ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്ക് ഇങ്ങനെ നിർദ്ദേശമുണ്ടോ? വിളിച്ചു ചോദിക്കാവുന്നതാണ് പ്രിയപ്പെട്ടവരെ. അന്ന് ആ കൊടുത്തതിന്റെ കൈമാറ്റം ചെറിയ രൂപത്തിൽ നിങ്ങൾക്ക് കാണാം. പ്രവാചക ശ്രേഷ്ഠർ തിരുറസൂലിന്റെ അനുഗ്രഹം പെയ്തിറങ്ങിയ നിമിഷമായിരുന്നു അത്. വിശ്വാസികളുടെ നായകനാൽ സമ്മേളന സദസ്സ് അനുഗ്രഹീത ധന്യമായ മുഹൂർത്തം. തിരുശേഷിപ്പിന്റെ ചരിത്രാടയാളങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു. 33-ാം വാർഷിക സമ്മേളന സദസ്സ് സാക്ഷിയായി. തിരുനബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഹസ്രജി ഏൽപ്പിക്കുമ്പോൾ കാന്തപുരവും മർക്കസും ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറി. ആത്മീയ സാഫല്യത്തിന്റെ നെറുകയിലേക്ക്, പ്രവാചകാനുഗ്രഹത്തിന്റെ പ്രകാശ പൊലിമയിലേക്ക്, തിരുശേഷിപ്പിന്റെ ബറക്കത്തിലേക്ക്. ആ നിമിഷം സമുദ്ര സമാനരായ സദസ്സ് ഒരേ ശബ്ദത്തിൽ വിശ്വാസ ചൈതന്യത്തിന്റെ നിറസാഫല്യത്തെ നെഞ്ചേറ്റി ഒരുമിച്ച് പാടി.